ഹായ് ഡിയേഴ്സ്, ഇത് കഴിഞ്ഞ ദിവസം ചെയ്ത എഗ്ലെസ് വാഞ്ചോ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് വെള്ളമൊന്നുമില്ലാത്ത ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് 1/4 കപ്പ് അളവാണ് കേട്ടോ. ഞാൻ എൻ്റെ ആ ഒരു മെഷറിംഗ് കപ്പ്, ആ 1/4 കപ്പ് അളവിൽ 2 കപ്പ്, അതായത് അര കപ്പ് തൈരും, പുളിയില്ലാത്ത തൈരും, ഒരു പിഞ്ച് ഉപ്പും, 1 ടീസ്പൂൺ വാനില എസൻസും, അര കപ്പ് പൗഡേർഡ് ഷുഗറും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് കൈ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. പൗഡേർഡ് ഷുഗർ ഞാൻ ചേർക്കാൻ കാരണം നമ്മുടെ ബീറ്റർ ആകുമ്പോൾ ഡ്രൈ ഷുഗർ ആകുമ്പോഴും മറ്റേ തരിയുള്ള ഷുഗർ ആണെങ്കിലും അത് മെൽറ്റാവും. പക്ഷേ ഈ തൈര് നമ്മൾ അത്രയും ബീറ്റ് ചെയ്യുന്നില്ലല്ലോ. പ്രത്യേകം ശ്രദ്ധിക്കണം, പുളിയില്ലാത്ത തൈര് തന്നെ ഉപയോഗിക്കണം കേട്ടോ. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ നമ്മുടെ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മൈദയാണ് അതിനകത്തേക്ക് ചേർക്കുന്നത്. മൈദ 3/4 കപ്പ് മൈദ ഉപയോഗിച്ചിട്ടുണ്ട്. 1/4 കപ്പും അതുപോലെ തന്നെ അര കപ്പിൻ്റെ മെഷറിംഗ് കപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 3/4 കപ്പ് മൈദയും പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും, ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആവശ്യമില്ല. ഞാൻ പൊതുവേ വാനില ഫ്ലേവർ ബേക്ക് ചെയ്യുമ്പോൾ ബേക്കിംഗ് സോഡ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് ഇതിൽ ഞാൻ ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിട്ടില്ല. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ മാത്രമാണ് കേട്ടോ ഇട്ടിട്ടുള്ളൂ. അത് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറിയ ചൂടുള്ള പാലും കൂടെ ചേർത്താണ് ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത്. സെയിം നന്നായിട്ട് ഒത്തിരി കുത്തി ഇളക്കി മറിക്കാതെ ഒരു സൈഡിലേക്ക് ഫോൾഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടോ. അത് ലൂസാക്കാൻ വേണ്ടി ഞാൻ ചെറിയ ചൂടുള്ള പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ അത് മിക്സ് ചെയ്തിട്ട് ഒരു 6 ഇഞ്ചിൻ്റെ മോൾഡിലേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ ബാറ്റർ ഒഴിച്ച് ഓവനിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഈ വാഞ്ചു ആകുമ്പോൾ നമുക്ക് ചോക്ലേറ്റും വാനിലയും സെപ്പറേറ്റ് ബേക്ക് ചെയ്യണമല്ലോ. ഞാൻ ഒന്നിച്ച് ബാറ്റർ എടുത്തില്ല. വാനിലയുടെ ബാറ്റർ ആദ്യം എടുത്തതിന് ശേഷം പിന്നെയാണ് കേട്ടോ ചോക്ലേറ്റിൻ്റെ ബാറ്റർ എടുത്തത്. കാരണം ഈ നമ്മുടെ മുട്ട വെച്ചിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാതെ തന്നെ എഗ്ലെസ് ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് ഫ്ലോപ്പായാലും ഒരെണ്ണം ചെയ്താൽ മതിയല്ലോ. പിന്നെ നമുക്ക് ഒന്നിച്ച് ബാറ്റർ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാറുണ്ട്. അത് ഈ എഗ്ലെസ് വെച്ചിട്ട് ബ്ലാക്ക് ഫോറസ്റ്റും എനിക്ക് എഗ്ലെസ് വെച്ച് ചെയ്യുമ്പോൾ ഇഷ്ടം കൂടുതലും ചോക്ലേറ്റ് സ്പഞ്ച് റെഡിയാക്കലാണ് കേട്ടോ. വാനില സ്പഞ്ചിനേക്കാളും എനിക്കിഷ്ടം ചോക്ലേറ്റ് സ്പഞ്ച് റെഡിയാക്കലാണ്. അത് കുറച്ചും കൂടി പെർഫെക്റ്റാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ എനിക്കിത് തോന്നുന്നതാണ്. പക്ഷേ ഈ പ്രാവശ്യം ബേക്ക് ചെയ്തപ്പോഴേക്കും രണ്ടും നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തെ ബാറ്റർ റെഡിയാക്കിയതിന് ശേഷം ആ സെയിം മെഷർമെൻറ്റ് വെച്ച് തന്നെ അര കപ്പ് തൈരും, അതുപോലെ തന്നെ 1 പിഞ്ച് ഉപ്പും, 1 ടീസ്പൂൺ വാനില എസൻസും, അര കപ്പ് പൗഡേർഡ് ഷുഗറും, 2 ടേബിൾ സ്പൂൺ നമ്മുടെ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിനകത്തേക്ക് ഞാൻ മൈദയും അതുപോലെ തന്നെ കൊക്കോ പൗഡറും, മൈദ ഏകദേശം ഒരു 3/4 കപ്പ് മൈദ ചേർക്കുന്നുണ്ട് കേട്ടോ. മൈദയും ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂൺ, അതുപോലെ തന്നെ കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂൺ, അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത്, ഇതും ചൂട് പാൽ വെച്ച് തന്നെയാണ് ഞാൻ മിക്സ് ചെയ്തിട്ടുള്ളത്, ബാറ്റർ ലൂസാക്കി എടുത്തിട്ടുള്ളത്. ആ സെയിം തന്നെ സൈസുള്ള വേറൊരു ടിന്നിലേക്ക് ആ ബാറ്ററും കൂടെ ഒഴിച്ച് സ്പഞ്ച് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂർ വേണ്ട, അതിൽ താഴെ 160 ഡിഗ്രിയിൽ ആണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അരമണിക്കൂർ താഴെയാണ് ബേക്കിംഗ് ടൈം വന്നിട്ടുള്ളൂ. എല്ലാ സ്പഞ്ചും വാനിലയും ചോക്ലേറ്റും ചൂടാറി ലെയർ കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് ഞാൻ ഫസ്റ്റ് ഫ്രോസ്റ്റിംഗ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് കൂളിംഗ് ആയതിന് ശേഷം, നമുക്കിത് രാവിലെ ഓർഡർ വന്നിട്ട് നമ്മൾ വൈകുന്നേരം കൊടുക്കുന്നതാണ്. അപ്പോൾ രാവിലെ ഞാൻ ചൂടാറി അപ്പം തന്നെ ഫ്രോസ്റ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഉച്ച കഴിഞ്ഞ് അതിൻ്റെ ഫൈനൽ കോട്ടിങ് കസ്റ്റമർ നമുക്കൊരു റെഫറൻസ് പേക്ക് തന്നിട്ടുണ്ട്. അതനുസരിച്ച് ഒരു ലാവൻഡർ ഷെയ്ഡിന് മൊത്തം കവർ ചെയ്തിട്ട് കുറച്ചുകൂടി ഒരു ഡാർക്ക് ലാവൻഡർ ഷെയ്ഡിന് സൈഡിലൂടെയുള്ള മറ്റൊരു ഫ്ലോറൽ ഡിസൈൻ പോലത്തെ ഒരു ഡിസൈൻ ഇല്ലേ, അതാണ് കേട്ടോ കസ്റ്റമർ നമുക്ക് തന്നിട്ടുള്ളത്. അതും അത് വരയ്ക്കാൻ കുറച്ച് താമസമാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. നമ്മുടെ നോസിലൊന്നും ഇല്ലാതെ പൈപ്പിംഗ് ബാഗ് മാത്രം ഉപയോഗിച്ചാണല്ലോ നമ്മളത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ വരച്ച് കൊടുത്ത് ലുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ആ വരച്ചു കൊടുത്ത ലീവ്സ് പോലത്തെ അതിനകത്തേക്ക് വൈറ്റ് കളറിന് ഫ്ലവേഴ്സാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഫ്ലവേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയ ഫ്ലോറൽ ഡിസൈൻ.
അത് ഫ്ലോറൽ ഡിസൈനും അതുപോലെ തന്നെ ഗ്രാസും അതെല്ലാം വൈറ്റ് കളറിന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് ടോപ്പറൊക്കെ വെച്ച് ലുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് വൈറ്റ് ഷുഗർ ബോൾസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്